ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബുദ്ധൻ്റെ ഒരു ചിത്രം ബോട്ടിലേക്ക് പകർത്തിയിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത്യാവശ്യം പരന്നൊരു ബോട്ടിൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ബേസ് കോട്ടായിട്ട് ഇതിൽ വൈറ്റ് അക്രിലിക് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കൊരു 2 കോട്ടെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ബുദ്ധൻ്റെ ഒരു ചിത്രം ഈ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതിന് മുകളിലേക്ക് പതിച്ചെടുക്കണം. ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രവും കാർബൺ പേപ്പറും മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഈ ബോട്ടിൽ അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇനി ഈ ചിത്രത്തിന് മുകളിൽ കൂടി കറക്റ്റായിട്ട് അങ്ങ് വരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ കൂടിയെല്ലാം ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം. ഞാനിവിടെ തിന്നായിട്ടുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇതിൽ കൊടുക്കുന്ന എല്ലാ അക്രിലിക് കളറുകളായിരിക്കും. ഇവിടെ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. ഈ മുടിയുടെ പോർഷനിൽ മാത്രം ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ബ്ലൂ കളർ ഫുള്ളായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. ഈ ഫേസിലൊരു ലൈറ്റ് ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂ ഉപയോഗിച്ചിട്ട് ഒരു ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ബ്ലൂവിൽ ഒരൽപ്പം വൈറ്റ് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു ഹൈലൈറ്റും കൊടുക്കണം. ഇനി നമുക്ക് താമര വരച്ചെടുക്കാം. ഈ വസ്ത്രത്തിന് ഓക്ര യെല്ലോയിൽ ഒരൽപ്പം ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഹെയറിൻ്റെ പോർഷനിൽ ബ്ലൂ CD മാർക്കർ ഉപയോഗിച്ച് വൃത്തങ്ങൾ പോലെ അങ്ങ് വരച്ചെടുക്കുകയാണ്. ഞാനിതിനു മുമ്പ് ബുദ്ധൻ്റെ ഫേസ് ഉപയോഗിച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തത് കാണാൻ ശ്രമിക്കണേ. ഇവിടെ ഇപ്പോൾ എല്ലാ വൃത്തങ്ങൾക്കുള്ളിലും ഓരോ ചെറിയ വൃത്തങ്ങൾ കൂടി വരച്ചെടുത്തിട്ടുണ്ട്.
ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യം യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് പുറത്തോട്ടുള്ള ഭാഗത്ത് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഓറഞ്ച് കളർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന 3 കളറുകളും മെർജ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇത് ഡ്രൈ ആയതിനു ശേഷം ഇതിനകത്ത് ഒരു വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കളറൊന്നും ഫെയ്ഡ് ആകാതെ അങ്ങ് നിലനിൽക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഈ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ ആളെന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.